CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസില് വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാന് നിർദ്ദേശം നൽകി. അടുത്ത ആഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. വീണയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യല് അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തില് 9 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. നേരത്തെ 7 മണിക്കൂർ വീണയെ ചോദ്യം ചെയ്തിരുന്നു. SFIOയിൽ നിന്ന് ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യല്. ആദ്യഘട്ട ചോദ്യം ചെയ്യലില് വീണയുടെ മൊഴികളില് പൊരുത്തക്കേടുകളുണ്ടെന്നാണ് ഇഡി പറയുന്നത്. CMRൽ നിന്ന് നൽകിയ സേവനം സംബന്ധിച്ച മൊഴിയിലും 2.78 കോടിയുടെ വിനിയോഗം സംബന്ധിച്ച മൊഴിയിലുമാണ് പൊരുത്തക്കേടുണ്ടായിരുന്നത്. ഇതില് വ്യക്തത വരുത്താനായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യല്. 134 രേഖകളാണ് ഇഡിക്ക് ഇന്നലെ SFIOയിൽ നിന്നും ലഭിച്ചത്. വീണയും എക്സാലോജിക്കും CMRലുമായി ഉണ്ടാക്കിയ കരാറുകളും വീണയുടെ IT റിട്ടേണും വിശദമായ മൊഴിപ്പകർപ്പുമാണ് SFIO കൈമാറിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. CMRL കമ്പനിയും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് കേസ്. എക്സാലോജിക് നൽകിയ IT സേവനങ്ങൾക്കുള്ള പ്രതിഫലമെന്ന നിലയിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവില് CMRL 1.72 കോടി രൂപ നൽകിയെന്നും എന്നാൽ കമ്പനിക്ക് അത്തരം സേവനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമുള്ള ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ് അന്വേഷണങ്ങൾക്ക് ആധാരമായത്. തുടർന്ന് SFIO ഈ സാമ്പത്തിക ഇടപാടുകളില് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇഡിയും കേസ് രജിസ്റ്റർ ചെയ്തത്.